ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. സന്തോഷകരമായ ഈ പുതിയ ദിവസം ദൈവസന്നിധിയിൽ സ്നേഹത്തോടും സമാധാനത്തോടും കൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിൻ്റെ വഴികൾ അത് പലപ്പോഴും വ്യത്യസ്തമായിരിക്കും. ഒരുപക്ഷെ നമുക്ക് ആ വഴികൾ അത്ര നല്ലതെന്ന് പലപ്പോഴും തോന്നാറില്ല. ഒരുപക്ഷെ അത് വിഡ്ഢിത്തമാണെന്ന് പോലും നമുക്ക് തോന്നിയേക്കാം. ഒട്ടും പ്രായോഗികമല്ല എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ചില വഴികൾ, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു കഴിയുമ്പോഴാണ് ദൈവമേ, നിന്റെ പദ്ധതികൾ എത്രയോ വലിയതായിരുന്നുവെന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. പലപ്പോഴും മാനുഷികമായ നമ്മുടെ ഹിതങ്ങൾ ആഗ്രഹിച്ച് കാര്യങ്ങളെ ക്രമീകരിക്കുവാനാണ് നാം വ്യഗ്രത കൊള്ളുന്നത്. ദൈവത്തിൻ്റെ വഴികളെ കുറിച്ച് ആലോചിക്കുവാനോ ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വേണ്ടി കാത്തിരിക്കുവാനോ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ദൈവത്തോട് ആലോചന ചോദിച്ച് ഒരു മറുപടിക്ക് വേണ്ടി കാത്തു നിൽക്കാനോ ഒന്നും സമയം കാണിക്കാതെ നമ്മുടേതായ വഴികളിൽ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ വഴികൾ എത്ര അജ്ഞാതമാണ്! ഏതെല്ലാം രീതികളിൽ കൂടെയാണ് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവൻ നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ചിലപ്പോൾ അവിടുന്ന് വ്യക്തമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നതായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ മറ്റു ചിലപ്പോഴോ ഈ ഒരു ഇടപെടൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കാറില്ല. നാം കരുതുന്നതിലും വളരെയധികം താല്പര്യം ദൈവം നമ്മുടെ കാര്യത്തിൽ എടുക്കാറുണ്ട് എന്നതാണ് സത്യം. എന്നാൽ നാം പ്രതീക്ഷിക്കാത്ത ചില ദുഃഖങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം നമ്മെ ഉപേക്ഷിച്ചതുപോലെ നമുക്ക് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ അപ്പോഴും ദൈവത്തിൻ്റെ പരിപാലനയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമുക്ക് കഴിയണം. പലപ്പോഴും നാം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ അതേ രീതിയിൽ തന്നെ നടന്നെങ്കിൽ മാത്രമേ ചില കാര്യങ്ങൾ നമുക്ക് വിശ്വസിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം ഒരു ഉദാഹരണമായി പറയുകയാണെങ്കിൽ, ഒരാശുപത്രിയിൽ നടക്കുന്ന ഒരു സംഭവം. ഒരു ടോക്കൺ നമ്പർ വിളിക്കുകയാണ് അകത്തുനിന്ന് ഡോക്ടർ. ആ ടോക്കൺ നമ്പർ വിളിച്ചപ്പോൾ ഒരമ്മച്ചി ഈ ഡോക്ടറിൻ്റെ അരികിലേക്ക് വളരെ വേദനയോടുകൂടി കടന്നു വരികയാണ്. അമ്മച്ചിയെയും കൂട്ടി നേഴ്സർ ഈ ഡോക്ടറിൻ്റെ മുറിയിലേക്ക് കടന്നു ചെന്നു. നേരത്തെ ഈ അമ്മച്ചിയെ നല്ലതുപോലെ അറിയാം ഈ ഡോക്ടർക്ക്. അമ്മച്ചിക്ക് എന്തു പറ്റി? അപ്പോൾ ഈ അമ്മച്ചി വളരെ വേദനയോട് പറയുകയാണ്, മുട്ടുവേദന മാറിയില്ല ഡോക്ടർ സാറേ. അമ്മച്ചിയുടെ ആ ഫയലൊക്കെ എടുത്ത് പരിശോധിച്ചതിന് ശേഷം ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല അമ്മച്ചി, ഇത് മാറാൻ കുറച്ച് സമയമെടുക്കും. ഒരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഞാൻ തന്നുകൊണ്ടിരിക്കുന്ന ആ മരുന്ന് തന്നെ അങ്ങ് കണ്ടിന്യൂ ചെയ്താൽ മതി. പതുക്കെ അതങ്ങ് മാറിക്കോളും. അപ്പോൾ അമ്മച്ചി പറയുകയാണ്, അല്ല സാറേ, ആ സ്റ്റെതസ്കോപ്പ് ഒന്ന് വെച്ച് നോക്കിക്കേ. കൂടെ ഉണ്ടായിരുന്ന നേഴ്സിനൊപ്പം ഈ ഡോക്ടറും ചിരിച്ചു. അപ്പോൾ ഈ ഡോക്ടർ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇല്ല അമ്മച്ചി, അത് ഈ ഹൃദയസ്പന്ദനമൊക്കെ കേൾക്കുവാനുള്ള ഒരു ഉപകരണമാണ്. ചെറുതായി തലയാട്ടിക്കൊണ്ട് അമ്മച്ചി അവിടെ നിന്ന് ഇറങ്ങി. 2 ദിവസത്തിന് ശേഷം വീണ്ടും അമ്മച്ചി ഈ ഡോക്ടറിനെ കാണുവാനെത്തി. എൻ്റെ മുട്ടുവേദന ഇനിയും മാറിയിട്ടില്ലെന്നും അന്ന് ഞാൻ ഡോക്ടർ സാറിനോട് പറഞ്ഞതാണ് ആ സ്റ്റെതസ്കോപ്പ് വെച്ചൊന്ന് നോക്കിയിരുന്നെങ്കിൽ മാറിയേനെ എന്ന്. ഇതാണ് അമ്മച്ചിയുടെ ഇന്നത്തെ പരാതി. ഡോക്ടർക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് ചികിത്സ കൊണ്ട് മാറേണ്ട രോഗമല്ല. അങ്ങനെ ഡോക്ടർ തൻ്റെ സ്റ്റെതസ്കോപ്പ് എടുത്ത് അമ്മച്ചിയുടെ മുട്ടിൽ വെച്ച് പരിശോധന പതുക്കെ ആരംഭിച്ചു. അല്പനേരം കഴിഞ്ഞ് അമ്മച്ചിയോട് പറഞ്ഞു, അമ്മച്ചി, ഇപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്, ഇനി ഒന്ന് നടന്നു നോക്കിക്കേ. ആ
അമ്മച്ചി വളരെ പെട്ടെന്ന് നടന്നതിന് ശേഷം പറഞ്ഞു, ശരിയാ ഡോക്ടർ സാറേ, എല്ലാം മാറി. കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. അങ്ങനെ ആ സ്റ്റെതസ്കോപ്പ് വിദ്യ ഫലിച്ചു. അമ്മച്ചിയുടെ മുട്ടുവേദന അങ്ങനെ തീർന്നു. ഡോക്ടർ ആ സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ച് പരിശോധിച്ചെങ്കിൽ മാത്രമേ തൻ്റെ രോഗം മാറുകയുള്ളൂ എന്ന അന്ധമായ വിശ്വാസമാണ് അമ്മച്ചിയുടെ മുട്ടുവേദന ഇത്രയും വഷളാക്കിയത്. വൈദ്യൻ്റെ പരിശോധനാ രീതിയെയോ വൈദ്യനെയോ വിശ്വാസമില്ലാതെ താൻ നിർണയിച്ച രോഗങ്ങൾക്ക് തൻ്റേതായ ചികിത്സാ മുറകൾ കണ്ടെത്തുന്നവർക്ക് ഇത്തരത്തിലുള്ള ചികിത്സകൾ ലഭിച്ചെങ്കിൽ മാത്രമേ ആ രോഗം പൂർണ്ണമായി മാറുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇതെന്താണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവികമായ പരിശോധനാ വേളയിൽ നമ്മുടെ കഷ്ടതയിൽ ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന രീതിയിലോ സമയത്തോ വിടുതൽ ലഭിക്കണമെന്നില്ല. അതാണ് ഇന്നത്തെ വചനം നമ്മോട് അരുളി ചെയ്യുന്നത്. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്തു നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. വളരെ വ്യക്തമായി പറയുകയാണ്, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ പ്രകാരം ഇന്നത്തെ ദിവസം നമ്മെ നിർത്തണമേ എന്ന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം ദൈവസന്നിധിയിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അങ്ങനെയെങ്കിൽ ദൈവമഹത്വം നമുക്ക് കാണുവാൻ കഴിയും. ആത്മീയത്തിലും ആത്മീയ ലോകത്തിലും ഇത്തരത്തിലുള്ള സ്റ്റെതസ്കോപ്പ് ചികിത്സയുടെ ചില കാഴ്ചകൾ നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് ഈ ചികിത്സയിലൂടെ നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് മുമ്പിലുള്ള രോഗങ്ങൾ മാത്രമേ, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള ആ രോഗങ്ങൾക്ക് മാത്രമേ ചികിത്സയ്ക്ക് ഭേദമുണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് പുതിയ ദിവസം നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം: ദൈവമേ, ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ ദൈവത്തിൻ്റെ കരം ഞങ്ങളുടെ ജീവിതത്തിൽ കാണുവാനും ശ്രമിക്കുവാനുള്ള കൃപ തരണമേ. ദൈവിക പരിശോധനാ വേളയിൽ നമ്മുടെ കഷ്ടതയിൽ ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന രീതിയിൽ വിടുതൽ ലഭിക്കുവാനായിട്ടല്ല, ദൈവത്തിൻ്റെതായിട്ടുള്ള വഴികളിലൂടെയും ദൈവത്തിൻ്റെതായ ചിന്തകളിലൂടെയും എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാൻ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. അങ്ങനെ ദൈവമഹത്വം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഈ പുതിയ ദിവസം അതിനുവേണ്ടി ദൈവം നമ്മെ ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്. ആമേൻ.